ഹായ്, എല്ലാവർക്കും സൈക്കിൾസ് വിഷന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. 2 ദിവസമായി നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പൊ ഒരു ഹോം ടൂർ ആദ്യം എടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിന് പറ്റിയില്ല. ഹോം ടൂർ അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വാവച്ചയ്ക്ക് നമ്മളെ ഉരുളൻകിഴങ്ങ് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അതെ, വാവച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളൻകിഴങ്ങ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഫ്രൈ ചെയ്യുന്നതാണ്. സോയാബീൻ നമ്മളിവിടെ നല്ല രീതിയിൽ വരട്ടി വെച്ചിട്ടുണ്ട്. വരട്ടി നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയാണ് വരട്ടി വെച്ചൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ചോറ് നമ്മളിതാ തീയൊക്കെ മാറ്റിയെന്ന് പറഞ്ഞാൽ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വടിക്കണം. അങ്ങനെ നമ്മൾ ചോറ് വടിക്കുകയാണ് കേട്ടോ. ഉപ്പൊക്കെ ഇട്ടാണ് ചോറ് താമസം ചേട്ട വരുന്നതിന് മുമ്പ് ചോറൊക്കെ റെഡി തന്നെ നമ്മുടെ ഫ്രൈ ഏകദേശം ആയി എന്ന് വന്നതേ ഉള്ളൂ, വെന്ത് വന്നതേ ഉള്ളൂ. ഇന്നത്തെ കൂടെ ഒന്ന് സെറ്റ് ആവാറുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സോയാബീൻ കറി വയ്ക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചേക്കുന്നതാണ് കേട്ടോ. വെളുത്തുള്ളിയും സവാളയും കൂടെ അരിഞ്ഞു വെച്ചേക്കാണ് വാവച്ചി. അപ്പോൾ അതാ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളതിൽ കടുവിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കടുവിട്ടതിൻ്റെ കൂട്ടത്തിൽ നമ്മളിതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും വെളുത്തുള്ളി അതെ അതും നല്ല വഴറ്റിയെടുക്കണം അല്ലേ വാച്ചി? വഴറ്റിയെടുക്കണമല്ലേ? അത് തന്നെ, വഴറ്റിയെടുക്കണം കേട്ടാ. എല്ലാവരും കേട്ടല്ലോ, വഴറ്റിയെടുക്കണേ. അങ്ങനെ അമരയ്ക്ക ആരരിക്കുന്നു? ചീനോരിക്ക. ഇതെനിക്ക് അരിയാൻ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കേട്ടോ. ഇത് വാവച്ചിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ് അമരയ്ക്ക. അമരയ്ക്ക ഇടുന്നെങ്കിൽ അവിയല് സാമ്പാറിൽ. എനിക്ക് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് അമരയ്ക്ക. എനിക്ക് അരിയാൻ ഭയങ്കര പാടായതുകൊണ്ടാണ് ഞാൻ ഓരോന്നൊക്കെ വെച്ചാണ് അരിയണത്. ഓരോന്ന് കണ്ട ഓരോ ദിവസം ആയതുകൊണ്ട് ഇതിനെന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമോ? അരിയാൻ പാടും. ഓക്കെ, നീ പരിഞ്ഞോണ്ടിരിക്കട്ടെ. അപ്പം ഞാൻ ഇവിടുത്തെ കാര്യം നോക്കട്ടെ. സവാള ഓക്കെ ഇതായി വഴണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. സവാള ഇതുവരെ വഴണ്ട് വന്നിട്ടില്ല കേട്ടോ. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സവാള എടുത്തൊന്ന് വഴണ്ട് വരാം. ബാവച്ചിയുടെ ഉരുളക്കിഴങ്ങ് കരിഞ്ഞ് മൊരിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഇപ്പോൾ തീരുമാനമാവുള്ളൂ. എന്തായാലും കുഴപ്പമില്ലാതെ ഇപ്പം കിടപ്പുണ്ട്. ഓക്കെ, അത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് കറിയൊക്കെ ആവണ സമയത്ത് നമുക്കതൊരു പേരയ്ക്ക കഴിച്ചാലാ? യെസ്, പേരയ്ക്ക. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ കൂടുതലല്ലേ വാവച്ചി? അപ്പോൾ നമ്മളൊരു പേരയ്ക്ക ആയിരിക്കും. അരിഞ്ഞിട്ട് കാണിച്ചു തരാമേ. സവാള വഴട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിന് നമ്മളിതാ തക്കാളി. അപ്പോൾ ഈ ഒരു തക്കാളിയും കൂടെ ഇടാമേ. അപ്പോൾ തക്കാളി ഇതാ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി എന്തെല്ലാം ഇടണം? പേരയ്ക്ക ഇപ്പം തരത്തിയോ? സോറി, തക്കാളി ഇതാ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നല്ല മിക്സ് ചെയ്ത് ഇതിൽ കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് മസാല ചേർക്കാൻ അല്ലേ ആവശ്യം. അപ്പോൾ അതവിടെ നമ്മുടെ പേരയ്ക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തെ പേരയ്ക്ക ഒന്ന് കഴിച്ച് നോക്കട്ടെ. എന്തിനാണ്? നല്ല മധുരമില്ല, കുഴപ്പമില്ല. ഓക്കെ, അത് ചോറ് വയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു റെസ്റ്റ്. ഇവിടെ ഇതെന്തരായി? അപ്പോൾ ഇത് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് മസാല ഇടാം കേട്ടോ. നമ്മളിതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ അതുകൂടാതെ ചിക്കൻ മസാലയും കൂടി ഇട്ടാണ് ഇതാ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമുക്കിതിൽ വെള്ളം ഒഴിക്കും. അതാണ് നല്ലത്. അതാകുമ്പോഴത്തേക്ക് നല്ല അരപ്പല്ല അടിച്ചായിട്ട് വരും അല്ലേ ആവച്ചി? അരിഞ്ഞ് തീർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് സോയാബീനും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളെ തക്കാളിയും ഉള്ളിയും കൂടെയൊക്കെ നല്ല ഇതിൽ മിക്സ് ചെയ്ത് തിളച്ച് വന്നു. അപ്പോൾ നമ്മളിതാ ഈ ഐറ്റം ഇതാ നോക്കി ചിക്കൻ ഫ്രൈ ഇരിക്കണമെങ്കിൽ ഇരിക്കണം. നമ്മളിതാ ഇതിനകത്തോട്ട് തട്ടി കൊടുക്കാനല്ല. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഇങ്ങനെയൊക്കെ ആയി.
ഉപ്പൊക്കെ നേരത്തെ കിട്ടും. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി, ചിക്കൻ സോയാബീൻ കറി. ഇത് കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ഓരോരുത്തർ ചെയ്യണത് തന്നെ. ചിക്കൻ്റെ കൂടെ സോയാബീനോട് ഇടിച്ച് കയറ്റും, എന്നിട്ട് മിക്സ് ചെയ്ത് എടുക്കും. 5 കിലോ ചിക്കൻ ആണെങ്കിൽ 5 കിലോ സോയാബീനോടെ ചേർക്കുമ്പോൾ ചിക്കൻ കറി റെഡി. അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടേതാ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത തോരൻ വയ്ക്കണതിൻ്റെ ഗ്യാസിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിലിതാ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ എണ്ണ 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 മതി. ഓക്കെ, എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങൾ എല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് മിക്സിങ്. അപ്പോൾ നമ്മളതിൽ അമരക്കയിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ അരച്ചില്ല. സമയമില്ല. എന്താ നമ്മുടെ സോയാബീൻ കറി അമരക്ക ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതെന്താണ്? ഊളൻകിഴങ്ങ് ഫ്രൈയും. പിന്നെ നമ്മുടെ വെറൈറ്റി ഒരു ഐറ്റം ഇവിടെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ, അമ്മ സ്പെഷ്യൽ മാങ്ങാച്ചാർ. അങ്ങനെ നമ്മളെ ചോറ് ഇവിടെ എല്ലാം റെഡി ആയിരിപ്പുണ്ട്. അപ്പം നമുക്ക് ചോറും കൂടെ കോരണം. അങ്ങനെ നമ്മുടെ അമരക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ചോറ് കഴിക്കാൻ പോകാം. അപ്പം ഇന്ന് നമ്മൾ കറിയൊക്കെ വെച്ചേക്കുന്നത് എന്തൊക്കെയാണോ ആവശ്യം? ഉരുളക്കിഴങ്ങ് ഫ്രൈ, അമരക്ക തോരൻ, സോയാബീൻ കറി, മാങ്ങാച്ചാർ, ചോറും കൂടെ കൂട്ടി ഇതാണ് നമ്മുടെ ഉച്ചത്തെ കറി. നോയമ്പായിട്ടാണ് മീനും മുട്ടയൊന്നും ഉപയോഗിക്കാത്തത്. എല്ലാ വീട്ടിലും ഞാൻ പറയുകയാണ്. അതെ, നോമ്പായിട്ടാണ് മീനും മുട്ടയൊന്നും ഉപയോഗിക്കാത്തത്. ഓക്കെ, അപ്പം ഞാൻ ക്ലോസ് ചെയ്തിരുന്നാൽ കൊള്ളായിരുന്നു. അപ്പം കൂട്ടുകാരെ, ഞങ്ങളുടെ ഇന്നത്തെ ഉച്ച വിഭവങ്ങൾ ഇതൊക്കെയായിരുന്നു. എപ്പോഴും പറയും പോലെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. ഞങ്ങളുടെ വീട്ടിലെ ഉച്ച വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.